അസ്സലാമു അലൈക്കും. മോർണിംഗ് ഫാർമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ശക്തമായ വെള്ളമാണ് നമ്മളെ വാഴയുടെ മരട്ടിലൊക്കെ നന്നായിട്ട് കയറിയത്. അപ്പോൾ അതിനൊരു പ്രതിരോധ മരുന്ന് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ വെള്ളം ഇറങ്ങി പാടം നമ്മുടെ തോട്ടമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലോറിവെരിഫോസ് 20 EC അത് 20 ml 10 ലിറ്റർ വെള്ളത്തിലേക്ക് അലിയിച്ചിട്ട് മിക്സ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഫംഗിസൈഡ് 5 ഗ്രാം. ഫംഗിസൈഡ് എന്ന് പറയുമ്പോൾ 5 ഗ്രാം എന്ന് പറയുമ്പോൾ അത് പൗഡറാണ്. അങ്ങനെ പൗഡറും അതുപോലെ തന്നെ ഈ ക്ലോറിവെരിഫേസ് ലിക്വിഡാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. കാരണം ഈ പൗഡർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു 400 വാഴക്കാണ് നമ്മൾ മൊത്തം ഇപ്പം ഇന്ന് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം 400 വാഴക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് 400 വാഴക്കുള്ളത് ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇളക്കാനും മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു 100 വാഴക്കുള്ളത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ആദ്യം ഇത് മിക്സ് ചെയ്ത് ഈ ക്ലോറിവെരിഫോസും അതുപോലെ തന്നെ ഫംഗിസൈഡിൻ്റെ പൗഡറും മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളൊരു 100 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് ആ ഇളക്കിയ മിശ്രിതം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം ആ 100 ലിറ്റർ വെള്ളം നമ്മൾ നന്നായിട്ട് ഒരു വടി കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട്, അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇളക്കണം. കാരണം പൗഡർ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കുക തന്നെ വേണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വാഴക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ വീതമാണ് ഒരു വാഴക്ക് നമ്മൾ ഒഴിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ 15 ലിറ്ററൊക്കെ കൊള്ളുന്നൊരു ബക്കറ്റ് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിങ്ങനെ വാഴയുടെ ചോട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് ചേർത്ത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം മിശ്രിതങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ കയ്യിൽ ഇതുപോലെ ഗ്ലൗസൊക്കെ ഉപയോഗിക്കണം നല്ലതാണ്. കാരണം നമ്മൾ നഖങ്ങളുടെ ഇടയിലൊക്കെ ഇത് കയറി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി നമ്മളിത് വാഴക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. വാഴക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഴയുടെ മുരട്ടിൽ നിന്ന് ഒരു 1.5 അടി വിട്ട് വേണം ഇത് ഒഴിച്ചെടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കണം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പ്രൊഫഷണൽ എഡിറ്ററോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കർഷകനോ അല്ല. എൻ്റെ വീഡിയോയിലും എൻ്റെ കൃഷിപ്പണിയിലൊക്കെ അപാകതകൾ ഉണ്ടാവും. ക്ഷമിക്കണം, പൊറുക്കണം. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.